പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. ഈ സമയം നമ്മൾ പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ നീലാങ്കിക്കുള്ളിൽ നിങ്ങളെ പുതപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ വേദനകളെയും സമർപ്പിക്കുന്ന സമയം വിശ്വാസത്തോടുകൂടെ വേണം ഏറ്റുചൊല്ലാൻ, സ്നേഹത്തോടുകൂടെ വേണം ഏറ്റുചൊല്ലാൻ. എൻ്റെ ഈശോ, എൻ്റെ ദൈവം എന്നിലേക്ക് കടന്നു വരുന്ന ബോധ്യത്തിൽ, ഏറ്റവും സ്വരത്തിൽ, വിശ്വാസത്തിൽ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണീരുകൾ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ പാടാം. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരണമേ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും, ഈ ആരാധന കൂടുന്ന ഓരോ മക്കളെയും ദൈവാത്മാവാൽ നിറച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സ്വർഗത്തിന്റെ ആത്മാവിനെ നൽകി അവർക്ക് നൽകണമേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ വലിയ സ്നേഹം നിറച്ച് നമ്മുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്.
ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളെയും നിങ്ങൾക്ക് ഏതൊക്കെയാണെങ്കിലും അത് കർത്താവ് സാധിച്ചു എന്നുള്ള ബോധ്യത്തിൽ ഈ സമയം മൗനമായി ഈശോയെ നോക്കി നമുക്ക് അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന നടത്തുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണമേ. കാണുകയും കേൾക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും രസകരമായ ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നടന്ന സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. സാക്ഷ്യവിചാരം തുടങ്ങിയിട്ടാണ് നമ്മളെപ്പോഴും ഉടമ്പടി ധ്യാനം തുടങ്ങുന്നത്. ആദ്യം ഈ വചനവാരബലം എന്ന് പറഞ്ഞ പോലെ ഈ ആഴ്ചത്തെ മെസ്സേജ്, ഈ ആഴ്ചത്തെ സാക്ഷ്യവിചാരം അത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മളുടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത്, ഒത്തിരി സാക്ഷ്യങ്ങൾ നല്ലതുണ്ടായിരുന്നു. ഞാനിപ്പോഴും റെഫർ ചെയ്യുന്ന സാക്ഷ്യം ജിദ്ദ എഴുപിന്ന എന്ന് പറയുന്ന ടീച്ചറിൻ്റെ സാക്ഷ്യമാണ്. അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യണം നമ്മൾ, ആ സാക്ഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ്. അത് നമ്മൾ സാധാരണ ചെയ്യണത് സാക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി അത് യൂട്യൂബിലേക്ക് ഇടുമ്പോൾ ഒരു 30,000 സാക്ഷ്യം നമുക്കുണ്ട്. അതിൽ 2,000 സാക്ഷ്യമാണ് നമ്മൾ ഉടമ്പടി യൂട്യൂബ് ഇടുന്നത്. ഈ 2,000 സാക്ഷ്യങ്ങൾ തന്നെ നമ്മൾ ഇടുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്. ഉടമ്പടി ഫീച്ചേഴ്സ്, ലക്ഷണമൊത്ത സാക്ഷ്യം എന്ന് പറയും. ഉടമ്പടി ലക്ഷണങ്ങളെല്ലാം ഉള്ള സാക്ഷ്യം. അപ്പോൾ ഉടമ്പടി ലക്ഷണം എന്താണ്? ഉടമ്പടിക്ക് ഒത്തിരിയേറെ ലക്ഷണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം വാഗ്ദാന ഭൂമി തേടിയുള്ള യാത്രയാണ്. ബൈബിളിൻ്റെ യാത്ര, ആത്മീയ യാത്ര എല്ലാം ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വാഗ്ദാന ഭൂമി. അപ്പോൾ അബ്രാഹാം ഈ വിശ്വാസത്തിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം എന്താണ് പറയണത്? ഞാൻ കാണിച്ചു തരൂ എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണിച്ചു തരും. അപ്പോൾ അത് ഉടമ്പടി ഫീച്ചറാണ്. ഉൽപ്പത്തി 12:1 ഞാൻ കാണിച്ചു തരും. അപ്പോൾ എബ്രാഹാം നോക്കിയെടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വഴികൾ എത്രയോ രസകരമാണെന്ന്. അതായത് നമ്മൾ നോക്കിയെടുത്ത് അലയേണ്ട, കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്, അതൊരു ഭാഗമാണ്. നോക്കിയെടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. എന്താണ്? നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. കൈയിടിച്ച് കിടത്താൻ അപ്പൊ ജിദയുടെ സാക്ഷ്യത്തിലൊന്നാ ഇത്. ഉൽപ്പത്തി 12:1 കണക്ട് ചെയ്തതാണ്. എന്താണ്? ഞാൻ കാണിച്ചു തരും. നീ ചെന്നെത്തേണ്ട സ്ഥലം, നീ പൊറുക്കേണ്ട സ്ഥലം, നീ ജീവിക്കേണ്ട സ്ഥലം, നിൻ്റെ ഡെസ്റ്റിനേഷൻ. ഐ വിൽ ഡിസേൺ യു ദ ഡെസ്റ്റിനേഷൻ. നീ എത്തേണ്ട സ്ഥലം, ചെന്നെത്തേണ്ട സ്ഥലം എന്താണ്? ഞാനത് കാണിച്ചു തരും. ഇറ്റ് ഇസ് വെരി ഗ്രേറ്റ്. എനിക്ക് എന്ത് തോന്നണ? ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്. കാര്യം നമ്മൾ ഒത്തിരി ഇപ്പോൾ 40 കോടി കട ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ, കൗൺസിലിങ്ങിന് വരുമ്പോൾ എനിക്കറിയാം, കർത്താവേ 20 കോടി പോലും വീട്ടാനുള്ള മാർഗ്ഗം ഈ മനുഷ്യൻ്റെ കയ്യിലില്ല. വസ്തു വിറ്റാലും കമ്പനി വിറ്റാൽ പോലും കിട്ടത്തില്ല. ബാക്കി പിന്നെ 20 കോടി എന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരും.
ബാക്കിയുള്ളതിനെന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരും. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. ഇത് പറഞ്ഞാണ് നമ്മുടെ പിതാവായ എബ്രാഹത്തിനെ വിളിച്ചുകൊണ്ട് പോരണത്. ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു വാക്യതാണെന്ന് തോന്നണേ, ഞാൻ കാണിച്ചു തരും. അതിൻ്റെ ഭാഗമായിട്ട് സങ്കീർത്തനം പറയണത്, നീ നടക്കേണ്ട വഴി, അങ്ങോട്ട് പോകാനുള്ള സ്ഥലം മാത്രമല്ല, വഴിയും ഞാൻ കാണിച്ചു തരും. അപ്പം സ്ഥലം മാത്രമല്ല, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എന്ത് രസകരമാണ്. ഞാൻ ഈ ജിദ്ദയുടെ സാക്ഷ്യം പറഞ്ഞതിൽ ജിദ്ദ പറയണത്, നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുട്ടി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഒരു സാക്ഷ്യം, ഒരു വാക്ക്. അത് ഹൃദ്യമാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. അവളുടെ വിഷയം എന്താണെന്ന് ഞാൻ പറയാം. അവൾ പറയുന്ന അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങളെ, ഒരു ഉടമ്പടി എടുക്കുന്ന ദൈവപൈതലിൻ്റെ ദൈവാനുഭവങ്ങൾ അവളുടെ വാക്കിൽ നിന്ന് വരണതാണ്. എന്താ പറയണത്? ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്ന്, വേറെ ഒന്നിനിട്ടും നോക്കേണ്ടി വന്നിട്ടില്ല എന്ന്. പിന്നെ രണ്ടാമത് അവൾ പറഞ്ഞ വാക്യം, ഞാൻ എൻ്റെ മാതാവിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ്? ഉടമ്പടി കാശുരൂപം. പല ആൾക്കാരും കാശുരൂപം പോയെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഞാനെല്ലാം റീസ്റ്റാർ ചെയ്യുന്നുണ്ട്. ഉടമ്പടി കാശുരൂപം ആര് പോയെന്നും പറഞ്ഞ് വന്നാലും ചിലപ്പോൾ അവരുടെ മക്കൾക്കൊക്കെ കൊടുത്തതായിരിക്കും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഉടമ്പടി നീയും ദൈവവും തമ്മിൽ ചെയ്യുമ്പോൾ നിനക്ക് തരണ ജ്ഞാപകമാണത്. അത് കൈമാറ്റമല്ല, അത് കാശുരൂപമല്ല ശരിക്കും. ഇപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ചില അമ്മമാർ മക്കൾക്ക് പോകുമ്പോൾ കൊടുത്തു വിടുക ഉറപ്പില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതിന് വേറെ കാശുരൂപമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ തരും. യാത്രയ്ക്കുള്ള കാശുരൂപം, ജോലിക്കുള്ള കാശുരൂപം, അങ്ങനെ പറഞ്ഞാൽ ആ വിഷയം കർത്താവിന് തിരുസന്നിധി സമർപ്പിച്ച് വെഞ്ചരിച്ച് ആ കാശുരൂപം തരും. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു പട്ടയം പോലെ കിട്ടണതാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഉടമ്പടി കാശുരൂപം. അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ നോക്കണം. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാണ്. അപ്പോൾ ജിദ പറയണത്, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനെ പിരിഞ്ഞിട്ടില്ല. അതാണ് സത്യം. മാതാവിനെ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തന്നിരിക്കുന്ന കാശുരൂപം. അതവിടെ കഴുത്തിലിട്ടിട്ടുണ്ട്. അവിടെ ചട്ടന്മാർ എൻ്റെ അടുത്ത് പഴയ കാശുരൂപം എടുത്ത് തരും, അച്ഛാ ഒന്ന് പുതുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചട്ടന്മാർ അവരുടെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് ഏറ്റവും രഹസ്യമായ അറയിലാണത് വെച്ചിരിക്കുന്നത്. എത്രയോ ഭവ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഉൽപ്പത്തി 33:14 ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നവരോട്. ഐ വിൽ കം വിത്ത് യു, അല്ലേ? ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പം ഞാൻ കാണിച്ചു തരും, ഞാൻ നിൻ്റെ കൂടെ വരും, നീ നടക്കേണ്ട വഴി മുഖത്ത് നോക്കി ഉപദേശിക്കും എന്നൊക്കെ പറയുമ്പോഴേ ഇതെല്ലാം ഇന്ന് ഈ ഉടമ്പടിക്കാലത്ത് ആയിരങ്ങളുടെ അനുഭവമാണ്. ഇപ്പം ജിത എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളിങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ പഠിപ്പിക്കാനുള്ള അക്രഡിഷൻ കഴിവ്, അതിൻ്റെ ഉള്ള മെറിറ്റ് ഇവർക്കില്ല. പക്ഷെ അത് ആ മെറിറ്റ് ഉള്ള പരീക്ഷ, ഗവൺമെൻറ് പരീക്ഷ എഴുതണമെന്ന് ഇവക്കറിയാനും പാടില്ല. അതാണ് ഏറ്റവും വലിയ രസം. ടീച്ചറാണ്, പക്ഷേ ഈ പരീക്ഷ എഴുതണം. ഇവിടെ എഴുതിയതാണ് 2014 ഈ പരീക്ഷ എഴുതി ഉപേക്ഷിച്ചതാണ്. കേട്ടക്ക് എല്ലാവരും എഴുതിയിട്ടുള്ളതാണ്, ടീച്ചർമാരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ കേസ് എന്ന് പറയണത്, ഇവൾക്ക് ഈ പരീക്ഷ എഴുതണമെന്ന് അറിയാമായിരുന്നു. ഇവൾ 2012-ലും 2013-ലും 2014-ലും ഒക്കെ കേട്ടൊക്കെ എഴുതിയ ആളാണ്. പക്ഷേ അത് കരകയറാൻ പറ്റണില്ല. മിസ് ഗോട്ട് ദ പോയിന്റ്. അതാണ് പ്രശ്നം. അവളുടെ ബുദ്ധി കൊണ്ട് കരകയറാൻ പറ്റണില്ല. അവസാനം എന്ത് ചെയ്ത്, അതിന് വന്ന പോലെ വിധി പോലെ അനുഭവം എന്നും പറഞ്ഞ് കേട്ടൊക്കെ ഉപേക്ഷിക്കും. എത്ര കൊല്ലം? 14 2014 എഴുതി ഉപേക്ഷിച്ചതാണ്. പിന്നെ മറന്നും പോയി. ഉള്ളത് കൊള്ള ചെറിയ സ്കൂളിൽ വർക്ക് ചെയ്ത് ഉള്ള ശമ്പളം മേടിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ
പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ജിത എന്നാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോള് വന്ന് ആ ദിവസം ഒരു കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞു, എടി കേട്ടൊക്കെ എഴുതണില്ലേ, എഴുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം നിനക്ക് UP സ്കൂളിലേക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എടി കേട്ടൊക്കെ എഴുതണില്ലേ, ലാസ്റ്റാണിത്, ലാസ്റ്റ് പരീക്ഷയാണ്, ഇത് നീ എഴുതണില്ലെങ്കിൽ, ഇത് നമുക്ക് എഴുതാൻ പറ്റണില്ലെങ്കിൽ ഇനി UP സ്കൂളിലെ എക്സാമിനേഷന് നിനക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പ്രൈമറി പഠിപ്പിക്കുക. അതിന് ജിത പറയുന്ന മാർഗം രസം എന്ന് പറയുന്നത്, ഈ കൂട്ടുകാരത്തിയുമായിട്ട് എനിക്ക് 10 കൊല്ലമായിട്ട് നോ കണക്ഷൻ. അതാണ് വിഷയം. ഗോട്ട് ദ പോയിന്റ്. ഈ കൂട്ടുകാരത്തിയുമായിട്ട് പെർട്ടിക്കുലർ ഫ്രണ്ടുമായിട്ട് എനിക്ക് 10 കൊല്ലമായിട്ട് നോ കണക്ഷൻ. അവൾ വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ നമ്പർ പോലും അറിയാൻ പാടില്ല. ഇങ്ങനെ അത് ദാറ്റ് മീൻസ് ആസ് ഇഫ് ഇറ്റ് ഹീസ് എ സ്ട്രേഞ്ചർ. അതുപോലെയാണ്. അപ്പോൾ ഈ കൂട്ടുകാർ എന്നിട്ട് ജിത പറയും, പിന്നെ ഉടനെ അപ്പോൾ ഇവൾക്ക് കേട്ടൊക്കെ എഴുതി മടുത്തതാണല്ലോ, തെറ്റിപ്പോയിട്ട് തോറ്റുപോയിട്ട് ഫയൽ ക്ലോസ് ചെയ്തതാണ്. ദൈവം നിൻ്റെ ക്ലോസ് ചെയ്ത ഫയലെല്ലാം ഓപ്പൺ ചെയ്ത മാർഗം നീ കാണണം. ദൈവത്തിലെ ഇതൊരു വേറെ ഒരു ലോകമാണ്. നീ ഏതെങ്കിലും വിധത്തിൽ തോറ്റു, ഇനി ഇപ്പം പല വിവാഹവും കഴിക്കണം, കണ്ട് ചെറുക്കനെ കണ്ട് പെണ്ണിനെ കണ്ടുകൊണ്ട് അവസാനം മടുത്തു. നീ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നിനക്ക് ജീവിതത്തോടുള്ള വെറുപ്പോടുകൂടി കെട്ടാതെ നിൽക്കാമെന്ന് പറഞ്ഞ തീരുമാനം എടുത്തു. അല്ലെങ്കിൽ നീ ഒരു പ്രണയത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ പ്രണയത്തിൽ പെട്ട് നിൻ്റെ പങ്കാളി, ഞാൻ പ്രണയത്തിൻ്റെ ഗുണവും ദോഷവും ഇപ്പോൾ പറയണില്ല, എനിക്ക് എൻ്റെ വിഷയം പ്രണയത്തിൻ്റെ ഗുണവും ദോഷവും പറയുകയല്ല, അതിൻ്റെ ബലിയാടുകളുടെ സങ്കടങ്ങളെ കൈകാര്യം ചെയ്യുകയും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടില്ലേ കാര്യം? ഒരു ബന്ധത്തിൽ ചെന്നപ്പെട്ടതിന് ശേഷം പെട്ടെന്നൊരു തേപ്പ് കിട്ടിയെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു തേപ്പ് കിട്ടുമ്പോൾ യാതൊരു മാർഗ്ഗവുമില്ല. തേപ്പ് അതായത് ഒരു ഒന്നൊന്നര തേപ്പായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ നിന്നു, അവസാനം വരെ നിന്നു. പക്ഷെ നമ്മളെക്കാൾ അല്പം കൂടി ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മുടെ പങ്കാളി ആ വഴിക്ക് പോയി. അപ്പോഴേ നിനക്കൊരു മനുഷ്യാരൂപി ഉടനെ ഡെവലപ്പ് ചെയ്യും. എന്താണ്? അവൻ്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ. ചിലർ പറയും അവളെക്കാൾ ഭംഗിയുള്ള പെണ്ണെ കെട്ടിക്കൊണ്ട് അവളുടെ മുമ്പിൽ കൂടെ നടക്കണമെന്ന് പറയും. ചിലർ പറയും അവനേക്കാൾ വിദ്യാഭ്യാസമുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ നടക്കണം, അവൻ്റെ വീടിൻ്റെ അടുത്ത് പോയി വീട് മേടിച്ച് താമസിക്കുന്നു പറയും. ഇതെല്ലാം മനുഷ്യാരൂപിയാണ്. അത് പിന്നെ സഹിക്കാവുന്നൊരു അരൂപിയാണ്. ഇനി സഹിക്കാൻ പറ്റാത്തൊരു അരൂപിയുണ്ട്. എന്താണ്? ഞാൻ ഇനി കെട്ടത്തില്ല, ഞാൻ പ്രണയത്തിൻ്റെ മൂകബലിയാട് സാക്ഷിയായിട്ട് ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് അലഞ്ഞു നടക്കി അവൻ്റെ മുമ്പിൽ കൂടി കടക്കും, അവളുടെ മുമ്പിൽ കൂടി നടക്കും. ഓ, എന്തോ ഒരു തോൽവിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ദൈവാരൂപി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യാരൂപിയാൽ ടേക്കണപ്പ് ചെയ്യപ്പെടുന്നത്? ആ തീരുമാനം കണ്ട എന്താ പറയണത്? ഞാനിന് മരണം വരെ കെട്ടത്തില്ല. എന്നിട്ട് ഇവളെ എങ്ങനെയെങ്കിലും എപ്പോഴും തിരക്കണ, അവൾ കെട്ടിയ അവൻ കെട്ടിയെന്ന് പറയുമ്പോൾ ഒരു സമാശ്വാസമായി. എന്താ കാര്യം? നിന്നെ തേച്ച ആളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നിനക്കൊരു ഭയങ്കരമായ സന്തോഷം. എന്താണ്? നീ ഉടനെ മാപ്പ് സാക്ഷിയായി. അതാണ് ഉദ്ദേശിക്കുന്നത്. അവളെ കെട്ടിയല്ലോ, എന്നെ തേച്ചു അവൾ കെട്ടി, എന്നെ തേച്ചു അവൻ കെട്ടി. അപ്പോൾ പിന്നെ എന്ത് പറ്റും? ഇനി ഞാനൊരു മാപ്പ് സാക്ഷിയായിട്ട് സഹതാപിണിയായിട്ട് ജീവിക്കും, സ്വയം പീഡിതയായിട്ട് ജീവിക്കും. എൻ്റെ ദൈവവേദലെ, നിൻ്റെ ക്രിസ്തു ഇത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കണില്ല. യു ഗോട്ട് ദ പോയിന്റ്. കർത്താവ് പറഞ്ഞില്ലേ 8:36 എന്താ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷം 8:36, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിരിക്കും. നിന്നെ യഥാർത്ഥത്തിൽ
അതാണ് റോമ 8 യോഹന്നാൻ 8:36. എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ, പുത്രൻ നിന്നെ സ്വതന്ത്രയാക്കിയാൽ, പുത്രൻ നിന്നെ സ്വതന്ത്രയാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രയായിരിക്കും. അപ്പോഴ് യഥാർത്ഥത്തിൽ സ്വതന്ത്രയാക്കുന്നത് ആരാണ്? പുത്രനാണ്. ആരാണ്? ഈശോയാണ്. ഈശോ നിന്നെ സ്വതന്ത്രനാക്കിയപ്പോഴേ പിന്നീട് നീ ലോകത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണ് അടിമത്തത്തിൻ്റെ വചനങ്ങൾ, അടിമത്തത്തിൻ്റെ ഭാവങ്ങൾ, അടിമത്തത്തിൻ്റെ പെരുമാറ്റങ്ങൾ കീപ്പ് ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ല. എന്താ കാര്യം? കർത്താവ് ഇതുപോലെയുള്ള പലതരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും, വൈകാരിക അടിമത്തം, ഇതൊരു വൈകാരിക അടിമത്തമല്ലേ? അവൻ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിക്കാതെ മരണം വരെ നിൽക്കും, മൂത്ത് നരച്ച് കുരച്ച് ഇങ്ങനെ നിൽക്കും. എന്തിനെ? അത് ദൈവം ദൈവ തിരുമനസ് എന്താണ്? ദൈവപൈതലെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് നിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയണത്. ദൈവ തിരുമനസ്, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുക. അത് നിനക്ക് മേലെ അടിച്ചേൽപ്പിച്ച അടിമത്വമല്ലേ? നിൻ്റെ പ്രേമ നൈരാശ്യം എന്ന് പറഞ്ഞിട്ടുള്ള വികാരത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ മാനസികാവസ്ഥ ഈ ലോകം നിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള അടിമത്വമാണ്. ആ നുകം പേറാൻ നീ ബാധ്യസ്ഥയല്ല, നീ ബാധ്യസ്ഥനല്ല. ഇത് അരുളി ചെയ്യുന്നത് കർത്താവായ യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ 8:36 പുത്രൻ നിന്നെ സ്വതന്ത്രരാക്കിയാൽ, പറഞ്ഞേ, പുത്രൻ നിന്നെ സ്വതന്ത്രരാക്കിയ യഥാർത്ഥത്തിലെ സ്വതന്ത്രനായിരിക്കും. നീ യഥാർത്ഥത്തിലെ സ്വതന്ത്രയായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന കർത്താവേ, വലിയ പ്രബോധനത്തെ നന്ദി പറയുന്നു. ഞങ്ങളെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ പ്രണയ നൈരാശ്യമുള്ളവർ ഒരു തീരുമാനം എടുക്കണം. ഇത് ദൈവഹിതമല്ല. പുത്രനാണ് എന്നെ സ്വതന്ത്രനാക്കുന്നത്. എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എന്നെ അടിസ്ഥാനപരമായ പാപത്തിൻ്റെ തിന്മകളിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ്. എൻ്റെ കർത്താവ് എന്നെ സ്വതന്ത്രയാക്കി. ഞാനൊരിക്കലും ഇനി അടിമത്തത്തിൻ്റെ വൈകാരികമായ അടിമത്ത വഴികളിൽ ജീവിക്കത്തില്ല. ഏറ്റുപറഞ്ഞ്, ഞാനൊരിക്കലും എൻ്റെ കർത്താവ് തൻ്റെ തിരുമരണത്താൽ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എന്നെ സ്വതന്ത്രനാക്കി, എന്നെ സ്വതന്ത്രയാക്കി. ഞാനിനി ഒരിക്കലും ലോകത്തിൻ്റെ വൈകാരിക പരാജയത്തിൻ്റെ വൈകാരിക അടിമത്തത്തിലെ അതിന്റെ നുഖത്തിലെ ഒരു കാലത്തും ജീവിക്കത്തില്ല. ഇത് പ്രതിജ്ഞ. യേശുവിന്റെ നാമത്തിലുള്ള ശക്തമായ തീരുമാനം. ശ്രദ്ധിക്കട്ടെ. കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന, ജീവനോടെ ഇരിക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഈ അൾത്താറയിലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ ദൈവശുശ്രൂഷ നടത്തുക. അപ്പം ഇത് ദൈവം ഒത്തിരിയേറെ മക്കളെ തൊടും. ഓൺലൈനായിട്ട് ആയിരങ്ങളാണ് ഇപ്പോഴ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് ഈ ആരാധനയിൽ. അപ്പോൾ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഈ സമയത്ത് ഓർത്തോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് കർത്താവ് 2 വെള്ള കിഡ്നികളെ കാണിച്ചായിരുന്നു. 2 വെള്ള കിഡ്നികളെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങളാണത്. കിഡ്നികളെ കർത്താവ്, രോഗമുള്ളവരെ കർത്താവ് ഈ ആരാധനയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെച്ച് എൻ്റെ സ്നേഹമുള്ള കർത്താവിനെ, എൻ്റെ സ്നേഹമുള്ള കർത്താവിനെ. അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രത്യുത്തരമായിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പറയണം. എൻ്റെ സ്നേഹമുള്ള കർത്താവിന് നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവനായ കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സൗഖ്യമായ കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എൻ്റെ ഉണ്ടായിരിക്കട്ടെ. ശക്തിയായ കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വഴി കാണിച്ചു തന്ന കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പോകേണ്ട ഇടം ചൂണ്ടിക്കാണിച്ചു തരുന്ന കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നടക്കേണ്ട വഴി എന്റെ മുഖത്ത് നോക്കി ഉപദേശിച്ചു തരുന്ന കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും യേശുവേ സ്തോത്ര, ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഞങ്ങളെ ആരാധിക്കുന്നു. കർത്താവ് നമുക്കൊരു സഹായം തരുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിലായ മക്കളെ? കർത്താവ് നിങ്ങൾക്കൊരു സഹായം തരുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ മേഖലയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജിദ്ദ പറയുന്ന ഒരു സാക്ഷ്യം, അച്ഛാ എന്നിട്ട് അല്ല ഈ കൂട്ടുകാരത്തി എന്നെ വിളിക്കുക മാത്രമല്ല, ഞാൻ വളം പരിചയം വെച്ച് തോറ്റ ഒരു പരിപാടിയാണിത് കേട്ടക്ക് ഒരു കാലത്ത്. ഇപ്പം ഈ കൂട്ടുകാരത്തി എന്നോട് പറയണില്ലടി ഞാൻ വന്ന് നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. 10 ദിവസം അവർ വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരു ബന്ധുവില്ലാഞ്ഞ ഒരു ലിങ്കാണ് വരവ് കണ്ടില്ലേ, ഉടമ്പടിയുടെ വരവ് കണ്ടില്ലേ. പക്ഷേ ഇവിടെ സ്വയം പറയുകയാണ്, ഞാൻ വന്ന് നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ പഠിപ്പിക്കാം. അപ്പോഴേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഈ കാലങ്ങളിൽ ദൈവം നമ്മോട് പറയും, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം ശതാധിപൻ പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? അങ്ങൻ്റെ വീട്ടിൽ എൻ്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡുകൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ഇക്കാലങ്ങളിൽ ഈ നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൂട്ടുകാർ വന്നാലും പരിചയമില്ലാത്ത ആൾക്കാരെ അതേസമയം തന്നെ സത്യസന്ധമായ വിഷയത്തോടെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണണം. പറഞ്ഞ മനസ്സിലായില്ലേ? ചെന്ന് പൊട്ടത്തരം കാണിക്കുമെന്നല്ല പറഞ്ഞത്. ബുദ്ധിബോധമില്ലാത്തതിനൊക്കെ വിളിച്ചാൽ വീടിൻ്റെ അകത്ത് കയറ്റിയില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ എപ്പോഴും ആമ്പിള്ളേരോട് പറയും, കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ കൊള്ളാം, പക്ഷേ മെനയില്ലാത്തവന്മാരെ കൊണ്ടുവന്ന പെങ്ങളെ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് നേരെ ഉള്ളത് നേരെ അങ്ങോട്ട് പറയും. നമ്മൾ വിവേകം കാണിക്കേണ്ട പാട്ടിലേക്ക് വിവേകം കാണിക്കണം. പക്ഷേ ഇതിന് വിവേചനം വേണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മാത്രം പോരാ, വിവേചനം വേണം. എന്ത് സ്പിരിറ്റാണ്, ആര് നമ്മളോട് സംസാരിച്ചാലും എന്ത് സ്പിരിറ്റാണ് വർക്ക് ചെയ്യുന്നത്, അതിനാണ് വിവേചനം എന്ന് പറയുന്നത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്. കർത്താവ് ചോദിച്ച ചോദ്യം എന്ത് വിഷയം? ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. എന്ത് നീ ചെയ്താലും, നീ ഒരു പാടിയാലും, നീ ഒരു മെസ്സേജ് വിട്ടാലും, ഇപ്പം ചിലർ മെസ്സേജ് വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മെസ്സേജാണ്. ഒരു സഹപ്രവർത്തകന് ഒരു മെസ്സേജ് കാണിച്ചു, അച്ഛാ ഇതിൻ്റെ അകത്ത് വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു വാട്സപ്പിൽ. ഞാൻ പറഞ്ഞു, ചെമ്പരത്തിപ്പൂവും കേശവും അല്ലേ, ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അതെന്ത് സ്പിരിറ്റാണത്? അത്
വിവേചനമാണ് എടുത്ത് വരണത്. വിവേചനം. നമ്മൾ നോക്കുമ്പോൾ വേറെ ഒരു ചെമ്പരത്തി പൂവാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ മൊത്തം കുഴപ്പമായിരിക്കും. എന്താ കാര്യം? 9:55. എന്ത് 9:55? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ട്രാപ്പ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആൾക്കാർ മോശം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. ഇതിനാ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറ്റം വരരുത്. പക്ഷേ അതേസമയം ആരായാലും നിങ്ങൾ വിവേകം കാണിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് വിവേചനം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9-ാം അധ്യായം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 55-ാമത്തെ വാക്യം. 55 ഇട്ടിട്ട് താഴെ ടിപ്പണി കിടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണിത്, കാര്യം ഇത് ഏറ്റവും ടോപ്പ് സാധനമാണ്. ബൈബിളിലെ നിഗൂഢ വചനങ്ങൾ, ഒക്കൾട്ട് വേടാണ്. എന്ന് വെച്ചാൽ അതിവിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ പൂഴ്ത്തി വച്ചേക്കും. ദിസ് ഈസ് ഒക്കൾട്ട്, ഹിഡൻ ട്രഷർ എന്ന് പറയും. അതായത് ബൈബിളിലെ ഒരു നേച്ചറാണത്. അതായത് ഏറ്റവും വിലപിടിപ്പുള്ള സംഭവങ്ങളെല്ലാം ബൈബിൾ കുഴിച്ചിട്ടേക്കും. അതുപോലെ ടിപ്പണിയിലായി കിടക്കണത്. ഈ വാക്ക് 9:55 കിടക്കണത് ടിപ്പണിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട് നോട്ടിലാണ് കിടക്കണത്, നേരെ കിടക്കണില്ല. അത് കാരണം ആരും കാണത്തില്ല, താഴെ വായിച്ചേ കിട്ടത്തുള്ളൂ. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം താഴെ വായിക്കണം. അപ്പോഴേ പറയും, ഇത് ടിപ്പണിയിൽ പറയും, കർത്താവ് ചോദിച്ചത് എന്ത് അരൂപിയാണ് നിന്നെ നയിക്കുന്നത്? മനസ്സിലായി? അത് ടിപ്പണിയിലാണ്. ഇപ്പം നമ്മൾ 13 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. നിധി എന്ത് ചെയ്യും? നിധി കുഴിച്ചിട്ടേക്കും. അപ്പം നിധി കുഴിച്ചിട്ടൊരു പറമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിധി കുഴിച്ചിട്ട ഒരു പറമ്പ് നമ്മൾ കണ്ടെത്തി, ആ പറമ്പിൽ നിധി ഒന്നുണ്ടെന്ന് കണ്ടെത്തി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് മറച്ചിട്ടും പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അല്ലാതെ നേരെ അങ്ങോട്ട് പോയി കുഴിക്കാൻ പറ്റത്തില്ല. നിധി എടുക്കണം. അങ്ങനെ നിധി എടുക്കുന്ന രീതി അതാണ്. ബൈബിളിൽ നിധി എടുക്കണ വിധം ഇതാണ്. എന്താണ്? തനിക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വരും. നമുക്ക് നോക്കാം വചനം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 13 വിശുദ്ധ മത്തായി ശ്ലീഹാ സുവിശേഷം 13:44. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. ഒക്കൾട്ട് ട്രഷർ, ഹിഡൻ ട്രഷർ. നിധിയായത് കാരണം എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സ്പോസ് ചെയ്യത്തില്ല, പിന്നെ ഇതേയും ഹിഡൻ ചെയ്യും. രക്ഷയ്ക്ക് അങ്ങനെ 2 വിഷയമുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹിഡൻ ആയിട്ടുള്ള ട്രഷറുണ്ട്, എക്സ്പോസ്ഡ് ട്രഷറുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അത് വരും. ഈശോ പറയുകയാണെങ്കിൽ ഞാനിത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മളിതിൽ പോവുകയാണ്. സ്വർഗരാജ്യം പറഞ്ഞ് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.